രചന ഗംഗോത്രി. ഭാഗം 10. അപ്പയ്ക്ക് നാണമുണ്ടോ? ജീവനില്ലാത്ത ഒരു മെഴുകു പ്രതിമയിൽ കെട്ടിപ്പിടിച്ചിരിക്കാൻ, അതും പ്രായപൂർത്തിയായ ഒരു മകളുടെ മുമ്പിൽ. എൻ്റെ അമ്മ അവിടെ കരഞ്ഞു തളർന്ന് കിടക്കുകയാണ്. അവൾ അത്രയും പേരുടെ മുമ്പിൽ വെച്ച് എന്നെ നാണം കെടുത്തിയപ്പോൾ അപ്പയുടെ നാക്ക് എവിടെ പോയി? അപ്പനെ എന്നെ ചേർത്ത് നിർത്തി പറഞ്ഞുകൂടായിരുന്നു ഞാൻ അപ്പയുടെ മകളാണെന്ന്? വെറുതെ ഓരോ പേക്കൂത്തുകൾ. DNA ടെസ്റ്റ് പോലും. അവളുടെ സ്വത്തുക്കൾ എൻ്റെ കയ്യിലോട്ട് കിട്ടട്ടെ, പിച്ച തെണ്ടിക്ക് ഞാൻ അവളെ കൊണ്ട്, ഗായത്രി പറഞ്ഞു. നീ കുട്ടിയാണ്, എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. നിന്നെ വിഷമിപ്പിക്കാനും എനിക്കിഷ്ടമല്ല. പക്ഷെ മോളെ, മാതാപിതാക്കൾ പറയുന്നത് കേട്ട് മാത്രം വളരരുത്. നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന നല്ല കാഴ്ചകൾ കൂടി കാണാൻ ശ്രമിക്കണം. നീ പറയുന്ന കാര്യങ്ങൾക്കൊന്നും നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു സ്ലേറ്റ് ഒരു കുട്ടിയുടെ കയ്യിൽ കിട്ടിയാൽ അതിൽ നല്ലത് എഴുതണോ ചീത്ത എഴുതണോ എന്ന് തീരുമാനിക്കുന്നത് മാതാപിതാക്കളും സമൂഹവും ടീച്ചേഴ്സും ഒക്കെയാണ്. സ്ലേറ്റ് എന്ന് പറയുന്നത് ആ കുട്ടിയുടെ മനസ്സാണ്. എൻ്റെ മോൾ വിഷമിക്കാൻ ഇടവരരുത്. എത്ര സന്തോഷമായി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ജീവിതമാണ് നമ്മുടേത്. ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ കടന്നുപോയവളാണ് എൻ്റെ ഗംഗ. കുഞ്ഞിലെ അവൾക്ക് അമ്മ നഷ്ടപ്പെട്ടു. അച്ഛൻ ഉണ്ടായിട്ടും ഇല്ലാത്തതുപോലെ അവൾ അനുഭവിക്കേണ്ട എല്ലാ സുഖസൗകര്യങ്ങളും നിങ്ങളാണ് അനുഭവിച്ചത്. അപ്പോൾ അവളോട് വേണ്ടത് സ്നേഹവും കരുണയുമായിരുന്നില്ലേ? ഇതൊന്നുമില്ല. അതൊക്കെ കാണിച്ചിരുന്നെങ്കിൽ അവൾ എപ്പോഴേ തിരിച്ചു വരുമായിരുന്നു. ഇനി സംഭവിക്കുന്നതിനൊന്നും ഈ അപ്പ ഉത്തരവാദിയല്ല, പറഞ്ഞേക്കാം, ശിവറാം ദേഷ്യത്തോടെ പറഞ്ഞു. നാളെ രാവിലെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം, DNA ടെസ്റ്റ് നടത്താൻ. ഗംഗോത്രിയിൽ തന്നെ പോകാം, അയാൾ പറഞ്ഞു. ഓ, എവിടെ നോക്കിയാലും ഗംഗോത്രി ഗംഗോത്രി ഗംഗോത്രി. അപ്പ എന്തിനാ എല്ലാ സ്ഥാപനങ്ങൾക്കും അവളുടെ പേരിട്ടത്? അപ്പയ്ക്ക് എൻ്റെ പേരിട്ടുകൂടായിരുന്നോ? എൻ്റെ അമ്മയുടെ പേരിട്ടുകൂടായിരുന്നോ? എല്ലാ സ്ഥാപനങ്ങൾക്കും ഗംഗോത്രി. എന്തിനാപ്പാ? എൻ്റെ ബിസിനസ്സുകൾ തുടങ്ങിയത് രഞ്ജിനിയുടെ പണം കൊണ്ടാണ്, നിൻ്റെ അമ്മയുടെ പണം കൊണ്ടല്ല. എൻ്റെ സകല ബിസിനസ്സിൻ്റെ ഐശ്വര്യം അവളാണ്. അവളുടെ ആത്മാവ് പോലും ഇപ്പോഴും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവണം. അതാണ് നീ അറിയാത്ത, നിനക്ക് മനസ്സിലാവാത്ത എൻ്റെ രഞ്ജിനി. നിൻ്റെ അമ്മ അമ്പലത്തിൽ പോകുന്നത് നീ കണ്ടിട്ടുണ്ടോ? എവിടെ? ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ലല്ലോ. കുറേ പത്രാസ് കാണിച്ച് നടക്കണം, ശിവറാം പറഞ്ഞു. മരിച്ചു പോയാലും അവൾ എൻ്റെ അമ്മയ്ക്ക് സൗര്യം കൊടുക്കില്ല അല്ലേ? പിന്നെ എന്തിനാ എൻ്റെ അമ്മയെ കെട്ടിയത്? എന്തിനായിരുന്നു എന്നെപ്പോലൊരു മകള്? അമ്മയുടെ പിന്നാലെ നടന്ന് കെട്ടിയതും പോരാ, ഗായത്രി ഓരോന്ന് പറഞ്ഞു. ശിവറാം അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ഗംഗമോൾ അന്ന് തന്നെ ആശുപത്രിയിൽ വിളിച്ച് എല്ലാ കാര്യങ്ങളും അഡ്മിനിസ്ട്രേഷനിൽ അറിയിച്ചിരുന്നു. DNA ടെസ്റ്റ് നടത്തുമ്പോൾ യാതൊരു ഇടപെടലും അതിലുണ്ടാവാൻ പാടില്ല എന്നും ആരെങ്കിലും അതിന് ശ്രമിച്ചാൽ തന്നെ അറിയിക്കണമെന്നും അവൾ പറഞ്ഞു. 5 ദിവസങ്ങൾക്ക് ശേഷം ഒരു പകൽ ഒരു ടാക്സിക്കാർ ഗംഗോത്രിയുടെ മുറ്റത്തേക്ക് വന്നു. അതിൽ നിന്ന് സുന്ദരമായ ഒരു കാൽ പുറത്തേക്ക് നീണ്ടു. ഒരു കറുത്ത ഷൂ ഇട്ട കാലുകളായിരുന്നു അത്. ഒരു പെൺകുട്ടിയാണ് പുറത്തേക്കിറങ്ങിയത്. അത്ര മെലിയാത്ത പക്ഷെ പൊക്കമുള്ള ഒരു പെൺകുട്ടി. നല്ല വിടർന്ന കണ്ണുകൾ, ചുംബിക്കാൻ കൊതി തോന്നുന്ന ചുണ്ടുകൾ. അവൾക്കൊരു പ്രത്യേക അഴകായിരുന്നു. രാമേട്ടൻ പെട്ടെന്ന് അവളുടെ അരികിലേക്ക് ഓടിച്ചെന്നു. ഗംഗക്കുഞ്ഞെ, ഈ രാമേട്ടനെ ഓർമ്മയുണ്ടോ? കുഞ്ഞകത്തേക്ക് വയ്ക്കൂ, ഞാൻ ബാഗ് എടുത്തുകൊണ്ട് വരാം. അതെന്താ രാമേട്ട, ഇത്ര ചെറുപ്പത്തിൽ എനിക്ക് അൽഷിമേഴ്സ് വല്ലതും പിടിച്ചോ? മറന്നുപോവാൻ? അപ്പം ഇവിടെ ഇല്ലേ? ഗംഗ ചോദിച്ചു. അപ്പോഴേക്കും ശിവറാം പുറത്തേക്ക് വന്നു. അപ്പനും മകളും അല്പസമയത്തേക്ക് പരസ്പരം നോക്കി നിന്നു. പിന്നെ ഗംഗയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ശിവറാം മെല്ലെ കൈ നീട്ടി. ഗംഗ ഓടി അയാളുടെ അടുത്തേക്ക് വന്നു. ശിവറാമിന് അപ്പോഴും ആ കുഞ്ഞു ഗംഗ ഓടി വരുന്നത് പോലെയാണ് തോന്നിയത്. പരസ്പരം രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നിന്നു. പിന്നെ മകളെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഗായത്രിയും വൈകിയും TV-യുടെ മുമ്പിലായിരുന്നു. ഗംഗ അവരെ ശ്രദ്ധിച്ചതേയില്ല. അവരും ഗംഗമോളെ കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ല. ഗായത്രി പക്ഷേ ഏറ് കണ്ടിട്ട് അവളെ നോക്കുന്നുണ്ടായിരുന്നു. എന്തൊരു സൗന്ദര്യ ഇതിനെ കാണാൻ! അവൾ കുശുമ്പോടെ ഗംഗയെ നോക്കി. അംബിക പെട്ടെന്ന് ഗംഗമോളെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു. മോളെ, എത്ര കാലമായി എൻ്റെ മോളെ ഒന്ന് കണ്ടിട്ട്. ഞാൻ മോൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അംബിക പറഞ്ഞു. ആഹാ, ഞാനിന്ന് വരുമെന്ന് അറിയാമായിരുന്നോ? ഗംഗ ചോദിച്ചു. സാർ പറഞ്ഞിരുന്നു. പിന്നെ 5 ദിവസം കഴിഞ്ഞ് മോൾ വരുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, അംബിക പറഞ്ഞു. കയറി പോടി അകത്തേക്ക്, അവൾ പ്രസംഗിക്കാൻ വന്നിരിക്കുന്നു. അടുക്കളയിൽ നിനക്കൊരു പണിയുമില്ല? ഞാൻ പറഞ്ഞതൊക്കെ ഉണ്ടാക്കിയോ? ഇന്ന് ഗായത്രി മോളുടെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട്.
വൈഗ പറഞ്ഞു. ഗായത്രി കളിയാക്കുന്നത് പോലെ ഗംഗയെ നോക്കി. അയ്യോ, എനിക്ക് വീട് മാറിപ്പോയോ? ഇത് ഗംഗോത്രി തന്നെ അല്ലായിരുന്നോ? അപ്പാ, ഇത് ഏത് വീട്ടിലാണ് നിൽക്കുന്നേ? നമ്മുടെ വീട്ടിലല്ലേ? എൻ്റെ ഓർമ്മ ശരിയായിരുന്നെങ്കിൽ ഇവിടെ ആയിരുന്നു എൻ്റെ വീട്. അപ്പാ, ഈ വീട് ആർക്കെങ്കിലും വിറ്റോ? എങ്കിൽ വാ, നമുക്ക് അപ്പുറത്തെ വീട്ടിലേക്ക് പോകാം. പിന്നെ അവൾ രാമേട്ടനെ വിളിച്ചു. രാമേട്ടാ, നമ്മുടെ വീടിന് മുമ്പിൽ ഗംഗോത്രി എന്ന് എഴുതിയിട്ടില്ലേ? എനിക്ക് വീട് തെറ്റിയോ എന്നൊരു സംശയം, ഗംഗ പറഞ്ഞു. പിന്നെ ഗംഗ ശിവറാമിൻ്റെ അടുത്തേക്ക് ചെന്ന് അദ്ദേഹത്തിൻ്റെ പുറത്ത് തടവി നോക്കി. എന്താ മോളെ, എന്താ നീ നോക്കുന്നത്? ശിവറാം ചോദിച്ചു. അല്ല, എൻ്റെ അമ്മയെപ്പോലെ ഇനി ഇത് വല്ല മെഴുകു പ്രതിമയാണോ എന്ന് നോക്കിയതാ. അതോ ഇനി നട്ടെല്ലെടുത്ത് മാറ്റി വേറെ വല്ലതും സ്ഥാപിച്ചോ? അങ്ങനെ ഒരു സംശയം. പെട്ടെന്ന് ശിവറാം ചിരിക്കാൻ തുടങ്ങി. കൂടെ ഗംഗയും. അത് കണ്ട് രാമേട്ടനും അംബികയും എല്ലാം ചിരിച്ചു. പെട്ടെന്നാണ് ആരോ കാളിംഗ് ബെൽ അടിക്കുന്നത് കേട്ടത്. ആഹാ, കൃത്യസമയം അവർ എത്തി. ഗംഗ വേഗം പുറത്തേക്ക് ചെന്നു. പുറത്ത് ACP ചേതനയും 2-3 പോലീസുകാരും നിൽപ്പുണ്ടായിരുന്നു. വാ, കയറി വാ. ഗംഗ അവരെ അകത്തേക്ക് ക്ഷണിച്ചു. അപ്പാ, ഇത് ACP ചേതന. ഞാനൊരു കംപ്ലൈൻറ്റ് മെയിൽ ചെയ്തിരുന്നു. അത് അന്വേഷിക്കാൻ വന്നതാ. ചേതന എൻ്റെ സുഹൃത്തു കൂടിയാണ്. അംബിക ചേച്ചിയുടെ പ്രത്യേക വിഭവങ്ങൾ കഴിച്ചിട്ടേ ഇവർ പോകൂ, ഗംഗ പറഞ്ഞു. എന്തൊക്കെയാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ മതി, അംബിക വിനയത്തോടെ പറഞ്ഞു. അപ്പോൾ ആരാ അതിക്രമിച്ച് കയറി താമസിക്കുന്നവർ? നമുക്ക് അവരെ അങ്ങ് ഒഴിപ്പിച്ചേക്കാം. എന്താ? ചേതന ചോദിച്ചു. ദാ, ആ തള്ളയും മോളുമാണ്, ഗംഗ അവരുടെ നേരെ കൈ ചൂണ്ടി പറഞ്ഞു. അവരുടെ മുഖം കോപം കൊണ്ട് ചുവന്നിരുന്നു. ആരാടി നിന്റെ തള്ള? എൻ്റെ വീട്ടിൽ വന്നിട്ട് നീ എന്നെ മര്യാദ പഠിപ്പിക്കുന്നോ? നിന്റെ ചാട്ടവും തുള്ളലും ഇവിടെ വേണ്ട. അങ്ങ് രഞ്ജിനിയുടെ വീട്ടിൽ മതി. ഇതെൻ്റെ വീടാണ്, വൈഗ പറഞ്ഞു. ശരി, എങ്കിൽ പോയി വീടിൻ്റെ ആധാരം എടുത്തുകൊണ്ട് വരൂ, ചേതന പറഞ്ഞു. അത് എൻ്റെ വീട് എന്ന് ഉദ്ദേശിച്ചത് എൻ്റെ ഭർത്താവിൻ്റെ വീടാണ്. ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കാൻ ഭാര്യയ്ക്കും മക്കൾക്കും അവകാശമില്ലേ? വൈഗ ചോദിച്ചു. ഏത് വകയിലാണ് നിങ്ങൾ എൻ്റെ അപ്പയുടെ ഭാര്യയായിരുന്നത്? അതിൻ്റെ രേഖ വല്ലതും നിങ്ങളുടെ കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ കാണിക്കണം, ഗംഗ പറഞ്ഞു. ഞങ്ങൾ കല്യാണം കഴിച്ചത് രജിസ്റ്റർ ഓഫീസിൽ വെച്ചാണ്. അവിടെ അതിൻ്റെ രേഖയുണ്ട്, വൈഗ പറഞ്ഞു. ഒരു രജിസ്റ്റർ ഓഫീസിലും എൻ്റെ അപ്പയുടെ കല്യാണം നടന്നിട്ടില്ല. അങ്ങനെ ഒരു രേഖയുമില്ല. എൻ്റെ അപ്പയ്ക്ക് നിങ്ങളിലൊരു മകളുമില്ല. ഇതാണ് അതിനുള്ള DNA റിപ്പോർട്ട്. ഗംഗ അത് ചേതനയെ കാണിച്ചു. വൈഗ ഞെട്ടിപ്പോയി. കാരണം തൻ്റെ കയ്യിലിരിക്കുന്ന DNA റിസൾട്ട് പോസിറ്റീവാണ്. അതാണ് ഇത്ര ധൈര്യമായിരുന്നത്. ഒരു ഡോക്ടർക്ക് പൈസ കൊടുത്താണ് താനിത് ശരിയാക്കിയത്. പക്ഷേ അവൾ ഒരു മുട മുമ്പേ എറിഞ്ഞിരിക്കുന്നു. ശിവറാം പെട്ടെന്ന് ഗായത്രി ഉണ്ടായ സാഹചര്യം അവരോട് വിവരിച്ചു. ആത്മഹത്യയിൽ നിന്ന് ഒരു കുടുംബത്തെ രക്ഷിക്കാനാണ് ഞാൻ ഇവളെ കൂട്ടിക്കൊണ്ടു വന്നത്. പക്ഷേ ഇവളെൻ്റെ മകളെ വരെ പുറത്താക്കി. അവൾക്കുണ്ടായ മകൾ എൻ്റെ മകളാണെന്ന് വരുത്തി തീർത്ത് എൻ്റെ മകൾ അവിഹിത സന്തതിയാണെന്ന് നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞു. എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ സഹിക്കും. പക്ഷേ എൻ്റെ മോളെ തൊട്ടാ അതാരായാലും ഞാൻ ക്ഷമിക്കില്ല, ശിവറാം പറഞ്ഞു. ഗായത്രി വിളറി വെളുത്ത് ഒന്നും വിശ്വസിക്കാനാവാതെ തളർച്ചയോടെ ആ സെറ്റിയിലേക്കിരുന്നു. അപ്പോഴാണ് രാമേട്ടൻ അങ്ങോട്ട് വന്നത്. മോളെ, ഒരു മുകുന്ദൻ സാർ വന്നിട്ടുണ്ട്. കയറി വരാൻ പറയൂ രാമേട്ടാ, ശിവറാം പറഞ്ഞു. അയാൾ അകത്തേക്ക് വന്നു. അപ്പോഴാണ് വൈഗ അയാളെ കണ്ടത്. അവൾ വേഗം മുകുന്ദൻ്റെ അരികിലേക്ക് വന്നു. എന്തിനാ താൻ എൻ്റെ മുമ്പിലേക്ക് വന്നത്? അവൾ അയാളുടെ കോളറിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. തുടരും.